എന്താ എടോ മനുഷ്യ, ഇന്ന് അച്ഛൻ വരുന്ന ദിവസമാ. വല്ല പിരിവാണോടി? ഭവന സന്ദർശനമാണോ? ഓ, നമ്മുടെ പാഷനേജിന്റെ പണി നടക്കുവാണ്. അതൊന്നും അല്ല, നമ്മുടെ പുതിയ അച്ഛന്മാരല്ലേ, നമ്മളെ പരിചയപ്പെടാനും പ്രാർത്ഥിക്കാനൊക്കെയാ വരുന്നത്. അച്ഛന് വേറെ പണിയൊന്നുമില്ലേ? ആകെ കിട്ടുന്നത് ഞായറാഴ്ച, അതും പോയി കിട്ടി. എന്റെ മനുഷ്യ, ദൈവദോഷം പറയാതെ. നമ്മളോ പ്രാർത്ഥിക്കുന്നില്ല, നമുക്ക് വേണ്ടി അച്ഛനെങ്കിലും പ്രാർത്ഥിക്കട്ടെ. എന്തെങ്കിലും ആകട്ടെ, ആ കുർത്തക്കെട്ട പിള്ളേരൊക്കെ ഇണ്ണിച്ചോ? മിക്കവാറും ഭവന സന്ദർശനം കഴിഞ്ഞ് അച്ഛനും പോയി കഴിയുമ്പോഴായിരിക്കും അവന്മാർ എഴുന്നേറ്റ് വരുന്നത്. അതെങ്ങനാ, രാത്രി 2-3 മണി വരെ മൊബൈലും തോണ്ടി ഇരിപ്പല്ലേ. സമയം 12 ആയതേ ഉള്ളല്ലോ. സാറിന് നേരത്തെയാണല്ലോ. വെറുതെ ഇവിടെ തലയും ചെറിഞ്ഞിരിക്കാതെ ബാക്കിയുള്ളവരെ കൂടെ പോയി എഴുന്നേൽപ്പിക്കുക. എന്നിട്ട് മുറിയൊക്കെ വൃത്തിയാക്കിയിട്. എടിയേ, നമ്മുടെ ബൈബിൾ എവിടാണ്? പറഞ്ഞതുപോലെ അത് ഉപയോഗിച്ചിട്ട് കുറേ നാളായി. അത് തപ്പിയെടുക്കണം. എല്ലാരും ബൈബിൾ വേഗം തപ്പിയെടുക്കുക. അച്ഛൻ വരുമ്പോ ബൈബിളിലെങ്കിൽ നാണക്കേടാ. എടി, നീ വന്നേ, ആ ശാന്തമ്മയുടെ വീട്ടിൽ പോയിട്ട് ബൈബിൾ വാങ്ങിക്കൊണ്ടിങ്ങ വാ. എന്തിനാ അമ്മേ ശാന്ത ആന്റിയുടെ വീട്ടിൽ പോകുന്നേ? കഴിഞ്ഞ ആഴ്ച അവരുടെ പട്ടി അവളെ പൂച്ചയെ ഓടിച്ചെന്നും പറഞ്ഞ് ഞാൻ കുറെ വഴക്കുണ്ടാക്കിയില്ലേ. അന്ന് പുറത്ത് പറയാൻ പറ്റാത്തത് ഞാൻ വിളിച്ചതാ. മാത്രമല്ല, അവളുടെ സ്വഭാവം മഹാമോശമാ. നീ വേഗം പോയി ശാന്തമ്മയുടെ വീട്ടിൽ നിന്ന് ബൈബിൾ വാങ്ങിക്കൊണ്ട് വാ. ആരോ വന്നല്ലോ. അച്ഛനാണെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ് അച്ഛാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തിയേ, ഒരാളെയും കൂടെ കാണാനുണ്ടല്ലോ. അമ്മച്ചി എന്തിയേ? എടി അമ്മു, നീ പോയി വല്യമ്മച്ചി വിളിച്ചോണ്ട് വാ. സ്തോത്രം അമ്മച്ചി. മൈക്കിളിനെ കുറെ നാളായല്ലോ പള്ളിയിലോട്ടൊക്കെ കണ്ടിട്ട്. ഒന്നും പറയണ്ട അച്ഛാ, ആകെ അവധിയായിട്ട് കിട്ടുന്ന ഈ ഞായറാഴ്ച മാത്രമാ. അന്ന് പള്ളി വന്ന ആ ദിവസത്തിന്റെ കാര്യവും പോക്കായി. ഞായറാഴ്ച കുർബാന മുടക്കരുതെന്ന് അറിയില്ലേ? കുർബാന മുടക്കിയാൽ അതൊരു കടമാകും. ഓ, ഒരു കാര്യം ഞാനങ്ങ് മറന്നു. അപ്പുറത്തെ വീട്ടിലെ മേരിൻ്റെ കയ്യിൽ നിന്ന് 1000 രൂപ കടം വാങ്ങിച്ചിട്ട് ഇതുവരെ തിരിച്ചു തന്നില്ല. എന്നും അവിടെ പോയി തെറി വിളിക്കാൻ എനിക്ക് വയ്യ. ആ കടമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞായറാഴ്ച കുർബാന നന്നായി ഒരുങ്ങി വരണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അച്ഛൻ ആ പറഞ്ഞത് ശരിയാ. ഈ ഇടവകയിൽ ഏറ്റവും നന്നായി ഒരുങ്ങി വരുന്നത് ഞാനാ. എടാ മോനെ, നിന്നെ പള്ളിയിലൊക്കെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ലാസ്റ്റ് എന്നായിരുന്നു അച്ഛാ പള്ളി ഫുഡ് ഉണ്ടായിരുന്നത്? ഓണത്തിനല്ലയോ? അന്ന് ഞാൻ ഉണ്ടായിരുന്നു. ഓണത്തിന് മാത്രം പ്രത്യക്ഷപ്പെടാൻ നീ എന്താടാ മാവേലിയോ? അല്ല, നിന്റെ കാര്യം അങ്ങനെയാടി. നിനക്ക് പള്ളി വരാൻ ഉദ്ദേശമൊന്നും ഇല്ലയോ? ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടല്ല അച്ഛാ. രാവിലെ ബാഡ്മിൻ്റൺ ക്ലാസ്, ഉച്ചയ്ക്ക് ട്യൂഷൻ, വൈകുന്നേരം ഡാൻസ് ക്ലാസ്, ഒട്ടും സമയമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിനിടയിൽ ഒഴിവാക്കാൻ പറ്റുന്നത് പള്ളിയും കുർബാനയും മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ നീയോ? അച്ഛാ, ഞാൻ പള്ളിയിൽ വരുന്നുണ്ട്. അച്ഛൻ കാണാത്തതാണ്. വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച മുതൽ പള്ളിയിൽ മുമ്പിൽ കണ്ടോണം. മക്കളെ, സൺഡേ സ്കൂളിലും ആരാധനയ്ക്കും നമ്മുടെ ജീവിതത്തിൽ പ്രധാന പങ്കുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കച്ച. ഞാൻ പറഞ്ഞ ഇവർക്ക് ഒരു അനുസരണയില്ല. അപ്പോൾ നിങ്ങളെല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വരാറുണ്ടെന്നാണോ പറയുന്നേ? ഇല്ല അച്ഛാ, സൗകര്യം ഒത്തു വരുമ്പോഴൊക്കെ വരാറുണ്ടെന്നേ. കുടുംബ പ്രാർത്ഥനയെങ്കിലും ഉണ്ടോ ഇതിൻ്റെ ഇടെ? അതൊന്നും പറയണ്ട എൻ്റെ പൊന്നച്ഛ. വർക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തെ ഒരു സമയമാവും. പിന്നെ പിള്ളേരുടെ കാര്യം പറഞ്ഞാൽ ട്യൂഷൻ പോയില്ലെങ്കിൽ ഇതൊന്നും ഒരറ്റത്തും എത്തത്തില്ല. ട്യൂഷൻ മാത്രമല്ല അച്ഛാ, എൻട്രൻസ് കോച്ചിങ്ങും ഉണ്ട്. എൻ്റെ മക്കളെ, നിങ്ങൾക്കിടയിൽ ഭക്ഷണം കഴിക്കാനെങ്കിലും സമയം കിട്ടുന്നുണ്ടോ? ഭക്ഷണം മുടക്കിയാലും കളി മുടക്കിയാലും ട്യൂഷൻ മുടക്കാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ റൂൾ. എൻ്റെ ദൈവമേ, ഇതിന് നല്ലത് ഉഗാണ്ടയായിരുന്നു. എന്നാൽ നമുക്ക് ഇനി പ്രാർത്ഥിക്കാം. എടാ മോനെ, നീ ആ ബൈബിൾ എടുത്ത് Ephesians 5:22 എടുത്ത് വായിച്ചേ. ശരി അച്ഛാ. ഓ, കഷ്ടപ്പെടേണ്ട, ഞാൻ തന്നെ പറയാം. മക്കളെ, ഇപ്പം നമുക്ക് ജനന പെരുന്നാളിൻ്റെ സമയമല്ലേ? 6 ജനന പെരുന്നാളാ അച്ഛോ. അച്ഛൻ്റെ ബർത്ത്ഡേ ആണല്ലയോ? നിർത്ത്. എടാ പൊട്ടന്മാരെ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ അല്ല. മിണ്ടാതിരിടെ പിള്ളേരെ, നാണം കെടുത്താനായിട്ട്. മിണ്ടാതിരിക്കാൻ വന്നിട്ട് കാര്യമില്ല.
വേദപഠനത്തിനായി വിടാതെ പിള്ളേരെ ട്യൂഷന് വിട്ട് കഴിഞ്ഞാൽ അവരിതൊക്കെ പിന്നെ എങ്ങനെ അറിയാനാ? മക്കളെ, ജന്മനാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ അല്ല, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ജന്മദിനത്തിൻ്റെ ആണ് പറയുന്നത് ജന്മനാളെന്ന്. ഡിസംബർ 25-ാം തീയതിയാണത്. ഒരു പരിചയമില്ലാത്ത നമ്പറാണല്ലേ, ആരാണോ എന്തോ എടുക്കട്ടെ. ഹലോ, എന്തു പറ്റി? എന്ത് ചോദിച്ചിട്ട് നിങ്ങൾ കാര്യം പറ. അയ്യോ, എടാ ഉവേ, എന്നാ പറ്റിയടാ? നീ കാര്യം പറ. ഹലോ, ആരാ? ഞങ്ങൾ അതിനുള്ള ക്രമീകരണമൊക്കെ ചെയ്തോളാം. എന്ത് പറ്റി മോനെ? കാര്യം പറ അച്ഛാ. ഒന്നുമില്ല തെരസ്യാമ്മച്ചി, അവന് ചെറിയൊരു പ്രയാസം. ആർക്കാ അച്ഛാ? ബോംബെ പഠിക്കുന്നതിന്റെ മോനോ? അതെ. ഞാൻ അവരടുത്ത് രാവിലെ പറഞ്ഞ കൂട്ടുകാരൊത്ത് പോകുമ്പോൾ സൂക്ഷിച്ച് പോണേന്ന്. ആക്സിഡൻ്റ് ആയിരുന്നു, ഓവർ സ്പീഡ് ആയിരുന്നു എന്ന് എല്ലാവരും പറയുന്നു. ദൈവമേ, ആരോടൊന്ന് വിളിച്ച് പറയുന്നത്? ഒരു പരിചയക്കാര് പോലും ഇല്ലാത്ത സ്ഥലമാണല്ലോ. എടോ മനുഷ്യ, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നോക്ക്. അച്ഛ, ഇന്നത്തെ ദിവസം അച്ഛന് ദൈവം ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അച്ഛനെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. സമാധാനപ്പെടും, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആ എടാ ബിജുവേ, ഞാനൊരു കൊച്ചൻ്റെ ഡീറ്റെയിൽസ് അങ്ങോട്ട് അയച്ചു തരാം. അവനെ അവിടെ KMC ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. നീ അവിടെ ചെന്ന് അവന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കണേ. ഇതൊക്കെ വല്ല നടക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ഹലോ. ഓക്കെ. നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന്? ഇതൊക്കെ നമുക്ക് പറ്റണം. ദൈവത്തിനായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. നമ്മൾ മരിക്കുമ്പോൾ മുകളിലേക്കൊന്നും കൊണ്ടുപോകത്തില്ല. ഇതൊക്കെ നമ്മുടെ മാതാപിതാക്കൾ വേണം ശ്രദ്ധിക്കാൻ. ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റ് മനസ്സിലായി അച്ഛാ. ഇനി മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിനായിരിക്കും ഒന്നാം സ്ഥാനം. കുടുംബ പ്രാർത്ഥന മുടക്കത്തില്ല അച്ഛാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ പ്രാപിച്ചിരിക്കുന്നു. Thank you, Linsa and team, for that enlightening performance.